സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേ. എല്ലാവരും സുമേന്തി പാടാം. വാവാ സ്നേഹരാജാവേ എന്നുള്ളിൽ എന്നെന്നും വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേ. ആദരവോടെ ആരാധനയുടെ കൈനെഞ്ചത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങൾക്ക് വേണ്ടി മൃത്യുടം ചൂടിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്നേറ്റ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കണ്ണീരൊപ്പി ഞങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ ഈ സന്നിധാനത്തിൽ ഇപ്പോൾ സാന്നിധ്യം കൊണ്ട് സഭയെ ശക്തീകരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മാർത്ഥമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളോടൊപ്പം വസിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന 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 ആരാധന. വാവാ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേകാം. വാവാ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേകാം. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രധാന ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധന അനുഭവമാകാനും ഉടമ്പടിക്ക് ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ 8810 വാഗ്ദാനങ്ങൾ, അത് വ്യത്യസ്തമായ കാലാവസ്ഥകൾ ജീവിക്കുന്ന മനുഷ്യരുടെ സാന്ത്വനത്തിനും ശക്തീകരണത്തിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേകാം. വാവാ സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ സഹകാരികൾ ബൈബിള് റെഫറൻസിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ്. ഉടമ്പടിയും അതിൻ്റെ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട പങ്കാളിയും അയാളുടെ സഹകാരികളും. അപ്പോൾ നമ്മൾ ഉടമ്പടി അങ്ങനെയല്ലേ പോണത് കുടുംബങ്ങളിൽ. ഇപ്പോൾ IELTS ഒക്കെ എടുക്കാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾ, ഞാൻ ആരോട് ചോദിക്കാൻ പറയും ആരാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിക്കാൻ പറയും അമ്മയാണ് എടുത്തതെന്ന് പറയും, അല്ലേ? ഇപ്പോൾ ഭർത്താവിന് വേണ്ടി ചിലപ്പോൾ ഭാര്യ എടുക്കും, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് എടുക്കുന്ന കേസ് നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതാണ്. അതാണ് ഉടമ്പടിയുടെ സഹകാരികളെന്ന് പറയുന്നത്. പക്ഷേ ആ ഉടമ്പടി ആരാണ് ഉടമ്പടി ചെയ്യണത്, അയാളുമായിട്ടാണ് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷനും. ഇയാൾക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ പങ്കാണ് സഹകാരിക്ക് കിട്ടണത്. പക്ഷേ ഇത് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത് ഇന്ന് കഴിഞ്ഞ ആരാധനയിലെ. എബ്രാഹത്തിൻ്റെ ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത്. അവിടെയാണ് വിഷയം, കുഴപ്പമാണത്. എബ്രാഹാം ലോത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. ഒറ്റയ്ക്ക് പോരണ്ട, അവനെ കുറച്ച് ഊർ ദേശത്ത്
കുറച്ച് ജീവിതം, സാമൂഹ്യ ജീവിതം മനുഷ്യത്വരഹിതമാകുകയും വിഗ്രഹാരം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ എബ്രഹാത്തിൻ്റെ മനസ്സിലെപ്പോഴും ഒരു ദൈവവിളി ഉണ്ടായിരുന്നു. ദിസ് ഈസ് നോട്ട് ദ ട്രൂ ഗോഡ്, ഇതല്ല സത്യമായ ദൈവം. സത്യമായ ദൈവം മനസ്സിൽ അവനെ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് കൊണ്ട് അവൻ ആ ദിശ അനുധാവനം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒറ്റക്ക് പോകാതെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് പോയി. എബ്രാഹത്തിന് വന്ന ആദ്യത്തെ പരാജയമാണത്. ലോത്തിനെ വിളിച്ചുകൊണ്ട് കൂടെ പോയത്. എബ്രാഹത്തിന് വന്ന രണ്ടാമത്തെ പരാജയമാണ് ഹാഗറിനെ പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ എബ്രാഹാം പലപ്പോഴും പൗലോസിൻ്റെ ഭാഷയിൽ വിശ്വാസത്തിൻ്റെ പിതാവാണെങ്കിലും നമ്മൾ പരിശുദ്ധ അമ്മയുടെ റെഫറൻസിൽ വരുമ്പോൾ എബ്രാഹത്തിൻ്റെ മാർക്ക് കുറഞ്ഞു വരും. എബ്രാഹാം നമ്മുടെ ഈ കാലഘട്ടങ്ങളിലെ മോഡലല്ലാതായി വരും. കാര്യം എബ്രാഹാം തിന്മയോട് സഹകരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എന്താ കാര്യം? തിന്മയോട് സഹകരിച്ചെന്ന് പറയാൻ കാര്യം എന്താണ്? ലോത്ത് ഇളയപ്പൻ്റെ ചിറ്റപ്പൻ്റെ മകനാണ്. അവനെ കൊണ്ടുപോകുന്നപ്പോൾ അവൻ ദൈവവുമായിട്ട് അവന് സഹകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ലോത്ത് ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. ലോത്തിൻ്റെ വഴിയാണ്. ഇപ്പോൾ യേശാവിൻ്റെ വഴി, യാക്കോബിൻ്റെ വഴിയെങ്കിലും യേശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ള സത്യമുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ. മഹത്വം മഹത്വം മഹത്വം. വാവാ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൽ പൂനിലാവേ എന്നുള്ളിൽ പറഞ്ഞോളൂ. റോമ 9:13. റോമ 9:13. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞു. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരു വിഷയം. ഒരു വീട്ടിൽ ചേട്ടനും അനിയനുമാണ്, പക്ഷെ ഒരാൾ വെറുക്കപ്പെട്ടു പോകുന്നു. ഇറ്റ്സ് എ ട്രാജഡി. വെറുക്കപ്പെട്ടവനായി മാറുന്ന ഒരാൾ. ഉടമ്പടി എടുത്തിരിക്കുന്നവരും ഉടമ്പടി ആനുകൂല്യം പ്രാപിക്കുന്നവരും ആത്മശോധന ചെയ്യണം. ഞാൻ ഏതെങ്കിലും കാരണവശാൽ ദൈവത്താൽ വെറുക്കപ്പെട്ടവനാണോ? അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് കൂടെ സഹകരിക്കാത്തവൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം കർത്താവേ. യേശുവേ നന്ദി. ആരാധന ഹല്ലേലൂയ. എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് ടേക്ക് ദ റെഫറൻസ് മത്തായി 12:30. മത്തായി 12:30. എന്നോട് ഏറ്റു പറഞ്ഞ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പോൾ എന്താണ് എൻ്റെ സഹോദരനെ മനസ്സിലാക്കുന്നത്? കർത്താവിൻ്റെ കൂടെ അല്ലാതെ ശേഖരിക്കാൻ പറ്റുമെന്ന്. കൈയടിച്ച് കർത്താവിന് ഞങ്ങളുടെ ജീവിത നേട്ടങ്ങൾ അങ്ങോട്ട് കൂടി കൊയ്യുവാൻ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൽ പൂനിലാവേ എന്നുള്ളിൽ ആരാധന ദിവ്യാഭിഷേക മുഹൂർത്തമാണ്. രോഗസൗഖ്യപ്പെടാനും ജീവിത തടസ്സങ്ങൾ മാറാനും ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മക്കള് കരണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരോട് സ്നേഹരാജാവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി.
യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അവിടുത്തോട് കൂടി ശേഖരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുവേ കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം അനുഭവിക്കുവാനുള്ള യോഗ്യത ഞങ്ങളുടെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് വലിയൊരു ദൈവികമായ രഹസ്യമാണ്. വി ക്യാൻ ഹാർവെസ്റ്റ് ഇൻ ദ ആബ്സൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് കൊയ്ത് കൂട്ടാൻ പറ്റും. പക്ഷേ എന്താ പ്രോബ്ലം? അനുഭവിക്കാൻ യോഗ്യതയുണ്ടാകത്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ടു ലോത്ത്. എന്തുകൊണ്ടാണ് ഈ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ ലോത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ലോത്ത് എപ്പോഴും തിന്മയുടെ ശക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്ന ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും ഒരു വേർപാടിൻ്റെ ജീവിതമാണ്. ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളുള്ള പെരുമാറ്റങ്ങളുള്ള വ്യക്തികളുമായിട്ട് സൂക്ഷിച്ച് പെരുമാറണം. ചിലപ്പോൾ നിങ്ങളുടെ നാത്തൂനാകാം, അമ്മയാകാം, അയൽവാസിയാകാം, നിങ്ങളുടെ പാർട്ട്ണറാകാം. നിങ്ങൾക്ക് അവരോട് സഹകരിക്കാം, മാനുഷികമായ രീതിയിൽ സഹകരിക്കാം. പക്ഷേ ആ സഹകരണത്തിൻ്റെ പേരിൽ യു മസ്റ്റ് നോട്ട് ലോസ്റ്റ് യുവർ ഗ്രേസ്. അതൊരു പ്രിക്കോഷൻ ഉണ്ടാകണം. നിന്റെ കൃപ നഷ്ടപ്പെടാൻ പാടില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിന്മയുടെ സാഹചര്യങ്ങളെ വേഗപൂർവ്വം നിർത്തുപേക്ഷിച്ച് മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടെ പാടുകയെ സന്തോഷിക്കേ. എബ്രാഹിം കാനാൻ ദേശത്ത് താമസിച്ചപ്പോൾ ലോത്ത് കൂടാരമടിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണത്. എന്താണ്? ലോത്ത് തൻ്റെ കൂടാരം സോദോം വരെ നീട്ടിയടിച്ചെന്ന്. സോദോമിലെ ആൾക്കാരെ സ്വർഗഭോഗികളും ഗേസെക്സ് ഉള്ളവരും പലതരത്തിലുള്ള മ്ലേച്ഛ ജീവിതമുള്ളവരുമാണ്. അവരുമായിട്ട് ലോത്ത് സഹകരിച്ചു എന്നാണ് പറയുന്നത്. ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത്. എബ്രാഹത്തിൻ്റെ അത്രയും വസ്തുവകകളെല്ലാം ലോത്തിനും കിട്ടിയതാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ലോത്തിൻ്റെ ഓഹരി ജോർദാനാണ്. നോക്കിക്കേ, എബ്രാഹത്തിൻ്റെ ഓഹരി കാനാൻ ദേശമാണ്. ജോർദാനും കാനാൻ ദേശത്തിനും ഇടക്കൂടി ഞാനൊരു ദിവസം ഇസ്രയേലിൽ പോയപ്പോഴേ എനിക്ക് എൻ്റെ വ്യത്യാസം മനസ്സിലായി. സത്യം പറഞ്ഞാൽ ജോർദാൻ നദി ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ചെറിയൊരു ചെരുവിൽ കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ജോർദാനിലേക്കാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇസ്രയേൽ ഇത്തിരി പൊങ്ങിയതാണ്, വെള്ളം അപ്പം അധികം കയറത്തില്ല. പക്ഷേ ആ സ്ഥലമാണ് എബ്രാഹിം തിരഞ്ഞെടുത്തത്. ലോത്ത് കുറച്ചുകൂടി ഫലപുഷ്ടമായ സ്ഥലം നോക്കിയെടുത്തത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ എത്ര ഫലപുഷ്ടമായ ബുദ്ധി കൊണ്ട് ആയോജിച്ച് തിരഞ്ഞെടുത്താലും എല്ലാ ഫലപുഷ്ടിയും അനുഭവിക്കാൻ യോഗ്യമാകുന്നത് ഒറ്റ കണ്ടീഷൻ കൊണ്ടാണ്. വാഗ്ദാനം പ്രാപിക്കാൻ പറ്റിയ അടിസ്ഥാന യോഗ്യത വിശ്വാസം കൊണ്ട്. കൈയിട്ടിച്ച് കർത്താൻ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. ഉൽപ്പത്തി 13:9-10 തിരുവചനങ്ങൾ. ഉൽപ്പത്തി 13:9-10.
അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. ഒന്ന് പറഞ്ഞ ജോർദാൻ സമതലം മുഴുവൻ, ജോർദാൻ സമതലം മുഴുവൻ ഫലപുഷ്ടിയുള്ള സ്ഥലമാണെന്ന് ലോത്ത് കണ്ടു. അപ്പോൾ അന്ന് ഫലപുഷ്ടി ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് ലോത്ത് പോയത് ഓപ്ഷൻ വന്നപ്പോഴേ. പക്ഷേ ഒരു ലോത്തും എബ്രാഹും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് വിശ്വാസത്തിന് മറുപടി പറഞ്ഞു. എബ്രാഹാം വിശ്വാസത്തിലാണ് സഞ്ചരിക്കുന്നത്, മറ്റുള്ളൊരു വസ്തുതകളിലാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് 2 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് വസ്തുത, ഇപ്പം നിന്നെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ ഇപ്പം ഗതി ഉണ്ടാകത്തില്ല. പക്ഷെ നീ വിചാരിക്കുന്നു എൻ്റെ കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ മൂലം തന്നെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്ന് നീ ചിന്തിച്ചാൽ അന്ന് മുതൽ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കും. കൈയിട്ടിച്ച് കർത്താവ് വചനങ്ങളിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഭൂമിക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അബ്രാഹത്തിലൂടെ അരുളി ചെയ്ത വചനങ്ങൾ ഉരുവിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെയും ഒരു അനുഗ്രഹമായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതായത് എന്താണ് വിശ്വാസം? അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ട ഒരു സത്യമുണ്ട്. ഇപ്പോൾ എബ്രാഹത്തിന് വിശ്വാസമുണ്ട്, ലോത്തിന് വിശ്വാസം ഇല്ല. വിശ്വാസമില്ലാത്തവൻ വസ്തുതകളാണ് നോക്കുന്നത്. വിശ്വാസമുള്ളവൻ തന്നെ വിശ്വാസത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ മനസ്സോർക്കും. കൈയിടിച്ച് കിടത്താൻ പാട്.